നമ്മളെ വീട്ടിൽ നിന്ന് ഉള്ള റോഡാണ് കേട്ടോ. അപ്പോൾ റോഡിന് ഇരുവശമാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ചെടികളുണ്ടായിരുന്നു കേട്ടോ. ഹണ്ടിങ്ങിന് വേണ്ടി ഞങ്ങൾ കുറേ ചെടികൾ ഇങ്ങനെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും സൈക്കോ സുഷിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പോൾ നമ്മൾ പതിവ് പോലെ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വീഡിയോ ഇടുന്നില്ല. അത് നമ്മുടേതായ കുറച്ച് പ്രോബ്ലംസ്, പിന്നെ നമ്മൾക്കറിയാമല്ലോ ഇപ്പോൾ കാലാവസ്ഥ ചേഞ്ചാണ്, നല്ല വെയിലാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് ചെടികളുടെ ഹണ്ടിങ് വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. പക്ഷെ ഒന്നും ഇപ്പം നടക്കുന്നില്ല, കാരണം വെയിലാണ്, നല്ല ചൂടാണ്. ഞങ്ങളിവിടെ വെയിലാണ്. അതെ, അപ്പം ഞങ്ങൾ ഹണ്ടിങ്ങിന് വേണ്ടി പ്ലാൻ ചെയ്തിരുന്ന കുറച്ച് സ്ഥലമാണ് ഇന്ന് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ പോകാം നമ്മുടെ വീഡിയോയിലേക്ക്. കൂട്ടുകാരെ, അപ്പം നിങ്ങൾ ഈ കാണുന്നത് പാണയം കൂപ്പ് റോഡാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ പാണയം കൂപ്പ് റോഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടിൻ്റെ മുൻവശത്തോടു കൂടി പോകുന്ന റോഡ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. നമ്മളിവിടെയാണ്, നമ്മുടെ എന്താണ് നീർപ്പാറ അല്ലേ, നീർപ്പാറ. ഒരുപാട് ഹണ്ടിങ് വീഡിയോസ് എടുക്കണമെന്ന് വിചാരിച്ചിരുന്ന ഒരു പ്ലേസ് ആണ് കേട്ടോ ഇത്. നമ്മുടെ റോഡിന് ഇരുവശത്ത് ഒരുപാട് നല്ല ചെടികളുണ്ടായിരുന്നു, ഒരുപാട് ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ടായിരുന്നു. അത് മാത്രമല്ല നമുക്ക് ഔട്ട്ഡോറായിട്ടും വളർത്താൻ പറ്റുന്ന ഒത്തിരി ചെടികളുണ്ടായിരുന്നു. നമ്മൾ ഇതെല്ലാം നോക്കി വെച്ച് ഞങ്ങളൊന്ന് ഫ്രീ ആകുമ്പോൾ വീഡിയോ എടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ കാണുന്നത് നമ്മുടെ റോഡിന് ഇരുവശത്തുള്ള കാഴ്ചകൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കാണുന്നത് എന്ന് പറയുന്നത് മൊത്തം റോഡ് ഫുള്ള് കരിഞ്ഞു പോയത് കൊണ്ട് തന്നെ അവർ അതിൻ്റെ പെരടക്കാരൊക്കെ അത് കാടൊക്കെ വെട്ടി തെളിച്ചേട്ടാ. കാരണം എല്ലാവരും ഈ സമയമാകുമ്പോൾ പെട്ടെന്ന് കാടൊക്കെ കരിയുമെന്നുള്ളതുകൊണ്ട് ഏകദേശം എല്ലാവരും കാടൊക്കെ വെട്ടിത്തെളിച്ചു. അതുമാത്രമല്ല കുറേ ചെടികൾ വെയിലിൻ്റെ ചൂട് കാരണം നശിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് ഐറ്റം ചെടികൾ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ചെടികൾ നമ്മൾ കുറച്ചൊക്കെ കാണിച്ചു തരാം. ചെറിയ രീതിയിലുള്ളതൊക്കെ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ എന്തായാലും അത് ഹണ്ടിങ് ആയിട്ട് നമുക്ക് എടുക്കാൻ കഴിയത്തില്ല. എന്നാലും നമുക്ക് വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇപ്പം ചെടി നടക്കാൻ പോസിബിൾ അല്ല എന്നുള്ളത് കൊണ്ട് കുറച്ച് ചെടികൾ അങ്ങിങ്ങായിട്ട് നിൽപ്പുണ്ട്. ഇതാ ഈ കാണുന്നതുണ്ട്. ഇതാ ഇതൊക്കെ ഒരു ചെടിയാണ്. നമ്മുടെ നെയ്യാർ ഡാമിൽ പോയപ്പോഴത്തേക്ക് കണ്ട ഒരു ചെടിയാണ്. ഇതിൻ്റെ പൂവെന്ന് പറയുന്നത് ഇതാണ് ഇതിൻ്റെ പൂവുണ്ട്. ഇത് നിറഞ്ഞു നിൽക്കുന്ന പൂവാണ്. ഇത് നമുക്ക് നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് നടാൻ കഴിയുന്ന ഒരു ചെടി തന്നെയാണ് കേട്ടോ. പിന്നെ അതുകൂടാതെ ഇതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, നാറ്റപ്പൂച്ചെടി എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് സാധനം. അതുകൂടാതെ ഇതും ഒരു വാടാമുല്ല ഇനത്തിൽപ്പെട്ട പച്ച കളറാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചാണ്. ഇത് കരിഞ്ഞു തീർന്നു. ഇതും ഒരു ചെടി തന്നെയാണ്. പിന്നെ നിങ്ങൾ ഇനി അടുത്ത് നമുക്ക് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് അടുത്ത് കാണുന്ന ഹണ്ടിങ്ങിനായിട്ട് അല്ലെങ്കിലും ഈ കാണുന്നുണ്ട് സുന്ദരിപ്പൂ. ഇത് നമ്മുടെ സുന്ദരിപ്പൂവേ. ഇതൊക്കെ വെള്ളമില്ലെങ്കിലും നിൽക്കുന്ന കുറച്ച് ചെടികളാണ് കേട്ടോ. അതെ, അപ്പം അങ്ങനെയുള്ള കുറച്ച് ചെടികൾ അവിടെ ഇവിടെ ആയിട്ടൊക്കെ നിൽപ്പുണ്ട്. എന്നാലും എല്ലാം വെള്ളമൊന്നും ഇല്ലാത്തത് കാരണം, മഴയൊന്നും ഇല്ലാത്തത് കാരണം കരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അതെ, കരിഞ്ഞു പോയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മളിങ്ങനെ നടന്ന് പോകുമ്പോഴത്തേക്ക് ഇനി നിങ്ങൾക്ക് വേറെ ആയിട്ട് നമ്മൾ കാണിച്ചു തരാമേ. ഇവിടെ ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാൻ കഴിയുന്ന കുറച്ച് ചെടികളൊക്കെ അവിടെ ഇവിടെ ആയിട്ടൊക്കെ. മഴയൊക്കെ പെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച ചെടികളൊക്കെ തിരികെ വരുമെന്ന് വിചാരിക്കുന്നു അല്ലേ? അതെ, തിരികെ വരാൻ എവിടെ പോവാൻ ഇതൊക്കെ തയ്യലുണ്ട് കേട്ടോ. ഇതിൻ്റെയൊക്കെ തയ്യലുണ്ട്. അതെ, ഇത് കോമൺ ആയിട്ട് എല്ലായിടത്തും കോമൺ ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഇത് ഒരുപാട് കരിഞ്ഞു പോയിട്ടുണ്ട്. കരിഞ്ഞു പോയിട്ടുണ്ട്, ഫുള്ള് എല്ലാം കഴിഞ്ഞു. പിന്നെ ഇതൊക്കെ ഓക്കെ, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ പുൽച്ചെടി ടൈപ്പ് ഇനത്തിൽപ്പെട്ടതാണ് കേട്ടോ. ഇത് നമുക്ക് ഹണ്ടിങ്ങിന് ഉൾപ്പെടുത്തുന്നതല്ല. എന്ന് പറഞ്ഞാൽ നമുക്കിതൊന്നും വീട്ടിൽ നടാൻ കഴിയുന്നതല്ല. കുറ്റിച്ചെടി ആണ്, കാട്ടുചെടി എന്നൊക്കെ പറയുന്ന ടൈപ്പിൽ വരുന്നതാണ്. ഇതിൻ്റെ പേര് നമുക്കറിയത്തില്ല. വിചാരിച്ചിരുന്ന ചെടികളൊന്നും നല്ല മഞ്ഞ വെള്ള പൂക്കളുള്ള ഒരുപാട് ചെടികളൊക്കെ നമ്മൾ നോക്കി വെച്ചു. അത് നമ്മൾ കാണിച്ചു തരാം. ഇനി ഇതാ ഇവിടെ നിൽപ്പുള്ളൂ. ഇത് പോയി ഇതെന്ന് പറയുന്നത് നമ്മൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി ഇരുന്ന ഒരു ചെടിയാണ് കേട്ടോ. അതായത് ഈ കാണുന്ന ചെടിയെ ഒരുപാട് പൂന്തോട്ടങ്ങൾ കണ്ടിട്ടുണ്ട് കേട്ടോ. അതെ, ഗാർഡനിലൊക്കെ ഉള്ള ഐറ്റമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പം എല്ലായിടത്തും ഇതിപ്പോൾ കാണാൻ കഴിയത്തില്ല. ഇതിപ്പോൾ കരിഞ്ഞ് തുടങ്ങി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മൂടെല്ലാം കരിഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം മൊത്തത്തിൽ ഒരു ഏരിയയിലും കാണാൻ കഴിയാത്ത അവസ്ഥയിലാണ് ഇതിപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്കിത് ഇന്നിപ്പോൾ കരിഞ്ഞ് തീരുന്നതിന് മുമ്പേ കാണിച്ചു തരാം. അപ്പം ഈ കരിഞ്ഞ് കിടക്കുന്നതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് വേറൊരു ഐറ്റം നമ്മൾ കാണിച്ചു തരാം. ഇതല്ല കേട്ടോ, ആ കാണുന്നതല്ല. അപ്പം നിങ്ങൾക്ക് ചെടി കാണിച്ചു തരാമെന്ന് ഇതാണ്. ഇത് വാടാമുല്ല ഇനത്തിൽപ്പെട്ട ഒരു ചെടിയാണ്. ഇപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള അതേ കളർ. വാടാമുല്ല ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ ഒരു സ്മെല്ലാണ് കേട്ടോ ഈ ചെടിയിൽ. അതെ, ഒരു വല്ലാത്തൊരു സ്മെൽ, ലാവണ്ടറിന്റെ ഒരു കളർ കേട്ടോ. നമ്മൾ ഈ കാട്ടുചെടികളിൽ ഒരുപാട് വെറൈറ്റി കളറുകൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ നമുക്ക്. ഇത് നമ്മൾ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന ചെടിയാണ് കേട്ടോ. ഇത് എടുക്കണം കേട്ടോ നമുക്ക്. ഇത് നമ്മൾ എടുത്ത് തരാം, പിന്നീട് എടുത്ത് തരാം. ഇപ്പോഴെന്തായാലും ഈ ചെടി നമുക്ക് ഇതിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന രീതിയിൽ നമ്മൾ ഹണ്ടിങ് ആയിട്ട് എടുക്കുന്നില്ല. ഇതൊക്കെ നമ്മളിവിടെ ഉള്ളത് നമ്മുടെ നാട്ടിലെ ഒരു
ചൂടുള്ള സമയം അല്ലെങ്കിൽ വെയിൽ കൂടുതലുള്ളപ്പോൾ എങ്ങനെയാണെന്ന് കാണിക്കാൻ വേണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. അപ്പൊ നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും അല്ലേ? എല്ലാം ഫുള്ളെന്ന് പറഞ്ഞാൽ കാട് പിടിച്ച് ചെടികളും മാത്രം പൂത്ത് നമ്മൾ രാവിലെ ഒരു 3 മണി 4 മണി സമയത്തൊക്കെ ഇതിലെ പോവുകയാണെങ്കിൽ പൂത്ത് കിടക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചെടികളെന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഇപ്പം മൊത്തം കരിയിലകളാണ്. എന്താ മൊത്തം കരിയിലകൾ അല്ലേ, കരിഞ്ഞു നിൽക്കുന്ന ഇലകൾ. ഇതൊക്കെ റബ്ബർ തോട്ടമാണ്. പിന്നെ നിങ്ങൾ ഇതുകൊണ്ട് ആ കാണുന്നതാണ് നമ്മൾ വീഡിയോ ഇട്ടിട്ടുള്ള ഒരു ഏരിയയാണ്. നമ്മൾ ഇതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് നീർപ്പാറ എന്ന് പറയും. അപ്പോൾ നിങ്ങൾക്ക് സ്ഥലം കിട്ടുന്നുണ്ടോ എന്നുള്ള അറിയത്തില്ല. അതിൻ്റെ തൊട്ട് അക്കരെ സൈഡാണ് ചിട്ടിപ്പാറ എന്ന് പറയുന്നത്. അതിപ്പോഴേ ഏകദേശം ടൂറിസം വകുപ്പിലോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ് ചിട്ടിപ്പാറ. ഓക്കെ, അപ്പോൾ അതാ ഇനി അടുത്തതാ കാണിക്കാനായിട്ടില്ല. എന്നാലെന്താ ഇതൊക്കെ കണ്ടോ, ഇതൊക്കെ കരിയണോ വേണ്ടേന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുന്ന ചെടികളാണ്. ആ മരങ്ങൾ നിൽക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഇത് തണലുള്ളത്. അതെ, അത് ഇതൊക്കെ നമ്മുടെ ഈ പുരയിടത്തിലൊക്കെ നിൽക്കുന്ന തണൽ മരങ്ങൾ നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ കരിയാതെ ഇങ്ങനെ ഒരു പരുവത്തിന് നിൽക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് നമ്മളിത് കാണിച്ചെന്നേ ഉള്ളൂ. വേനൽക്കാലമായിട്ട് നമ്മുടെ ഗാർഡനിലുള്ള കുറേ ചെടികൾ നമുക്ക് നഷ്ടമായി കേട്ടോ. അതുകൊണ്ടാണ് ഇപ്പം നമ്മൾ ഗാർഡൻ വീഡിയോസ് പൊതുവേ ഞങ്ങൾ ഇടാത്തത് കേട്ടോ. കാരണം നമ്മുടെ ഗാർഡനിൽ തന്നെ കാണിക്കാനില്ലായിരുന്നു. നമ്മുടെ വീട് മാറ്റവും പിന്നെ ഈ ഒരു കാലാവസ്ഥ ചേഞ്ചും ഒക്കെ കാരണം നമ്മളുടെ ഗാർഡനിൽ ഒരുപാട് ചെടികൾ നമ്മൾ ഗാർഡനിൽ നിന്ന് വാങ്ങി നട്ട ചെടികൾ വരെ നമുക്ക് നഷ്ടമായിട്ടോ കേട്ടോ. കറക്റ്റ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പം ജസ്റ്റ് നമ്മൾ ഇന്നൊരു വീഡിയോ ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ. കൂട്ടുകാരെ, അപ്പം നമ്മളെ ഈ ആ റോഡിൽ നിന്ന് നമ്മളെ വീട്ടിലേക്ക് ഇറങ്ങി പോകുന്ന അതെ സ്വന്തം വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. ഇത് റബ്ബർ ഇലയാണ്. റബ്ബർ ഇലയൊക്കെ കൊഴിഞ്ഞൊരു പരുവായി എന്ന് പറഞ്ഞാൽ മൊത്തത്തിൽ മാത്രമേ കാണാനായിട്ട് പറ്റുന്നുള്ളൂ. അതിൻ്റെതായ ചൂടുണ്ട് കേട്ടോ. നല്ല ഇതിപ്പോൾ വൈകുന്നേരം ഒരു 4 മണിയായി കേട്ടോ. 4 മണിയായി. ചെറിയ ഇറക്കമൊക്കെ ഉണ്ട്. അപ്പോൾ അത് നോക്കി ഇറങ്ങിയില്ലെങ്കിൽ തെറ്റി താഴ്ചത് അല്ലേ. ഇനി നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാൻ കഴിയുന്ന ഒരു സാധനം എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ. ഇവിടെ നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ഉണ്ടായിരുന്നു. ഇൻഡോർ പ്ലാന്റ് അല്ല, ഞാൻ വേറൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ഈ കാണുന്ന ചെടി കണ്ടോ. ഇത് കണ്ടല്ലോ. ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ കൃഷ്ണകിരീടം. കൃഷ്ണകിരീടത്തിൻ്റെ അതെ, വെള്ള കൃഷ്ണകിരീടം എന്നൊക്കെ പറയുന്ന ഒരു ടൈപ്പ് ഐറ്റമാണ് കേട്ടോ. ഇത് നമ്മളൊരിക്കൽ വീഡിയോ ഇടണമെന്ന് വിചാരിച്ചിട്ട് ഇടാതെ പോയ ഒരു ഐറ്റമാണ്. അതൊക്കെ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. അതെ, അതൊക്കെ ഇവിടെ കിടപ്പുണ്ട്. അതിലുള്ളൊരു കാ കാണിച്ചു തരാം. ഇതാണ് കറുത്ത കാ. അത് ഇതിലുള്ള കായാണ്. കുട്ടികൾ പണ്ടൊക്കെ കളിക്കാനൊക്കെ എടുത്തുകൊണ്ടുവന്ന ഒരു കായാണ്. പിന്നെ ഇവിടെ ഇൻഡോർ പ്ലാന്റ് ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ അതിപ്പോൾ ഇപ്പോഴൊന്നും കാണാനില്ല. മഴ വരുമ്പോൾ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നല്ലൊരു കോസ്റ്റ് കൂടിയ ഒരു ഇൻഡോർ പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ പേര് മറന്നു. പിന്നെ എടുക്കാന്ന് പറഞ്ഞ അതും പോയി. നമ്മളെ റെഡില് പിന്നെ ഇൻഡോർ പ്ലാന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയുന്നത് ഞാൻ റബ്ബർ തോട്ടത്തിൽ കൂടെ ഇറങ്ങി നടക്കുമ്പോഴത്തേക്ക് കാണാൻ കഴിയുന്ന ഒരു ഐറ്റം പറഞ്ഞുതരാം. ഇതാണ് ഇത് നിങ്ങളെല്ലായിടത്തും നിങ്ങൾ പൈസ കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു ഐറ്റം ആയിരിക്കും. നമുക്കിതാ ഇവിടെ കാട് പിടിച്ച് കിടക്കുകയാണ്. ഏത് കണ്ടല്ലോ. ഇത് ഈ വേനലിലും കരിഞ്ഞു പോകാത്ത രീതിയിൽ കിടക്കുന്ന ഒരു കാടാണ്. എന്താ പറഞ്ഞാൽ കാടായിട്ട് തന്നെ കിടക്കുകയാണ്. അത് നമ്മുടെ ഈ പെരയുടെ മൊത്തത്തിൽ ഇത് കണ്ടോ. ഈ പെരയുടെ മൊത്തം ഈ റബ്ബർ തോട്ടം മൊത്തത്തിൽ അത് തന്നെയാണ് കിടക്കുന്നത്. അതെ, വെള്ളത്തിട്ടാലും കിടക്കുമെന്ന് തന്നെയാണ് പറയുന്നത്. അപ്പം ഇത്രയും നേരം ക്യാമറ പിടിച്ചത് ഞാനാണ്. ഓക്കെ, അപ്പോൾ കൂട്ടുകാർ, ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീടിന് ചുറ്റും ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വെയിലൊക്കെ അല്ലേ, അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇപ്പോഴത്തെ പ്ലാന്റ്സിൻ്റെ അവസ്ഥ എന്നൊക്കെ ഒന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. അടുത്തൊരു വീഡിയോ നമുക്ക് വീണ്ടും താങ്ക് യു പറയുന്നതിന് മുമ്പ് ദൂരെ അവിടെ താഴെ നിൽക്കുന്നുണ്ട് നമ്മുടെ കുട്ടിപ്പട്ടാളം അവിടെ താഴെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കാനായിട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മളിവിടെ ഒരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവരും കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.